Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യത്തെ എക്സാം വരുന്നത് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങളുടെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ വീഡിയോ, ഇത് രണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ തേർഡ് സെമസ്റ്ററിലെ BCom BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ സബ്ജക്റ്റുകളുടെ ഒക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. 1-2 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോബ്ലം അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ലീനിയർ ഇക്വേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഉണ്ട്. ഓക്കെ, എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ മിനിമം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് മെട്രിക്സിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു ചോദ്യമാണ് മെട്രിക്സിൽ നിന്ന് സാധാരണ വരാറ്. ദെൻ അതിൽ 1-2 പേപ്പറിൽ ഡിറ്റർമിനന്റ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം. ചോദ്യം ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ്. അപ്പോൾ അതാണ് മെട്രിക്സിൽ നിന്ന് നമ്മൾ ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാ പേപ്പറിലും വരുന്നത് AP കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ GP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പ്രതീക്ഷിക്കാം ജിയോമെട്രിക് പ്രോഗ്രഷൻ. സോ ഇതിൻ്റെ പ്രോബ്ലംസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പ്രോബ്ലംസ് റിപ്പീറ്റ് ആണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം APO GPO എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. GPയിൽ മെജോറിറ്റി കണ്ടുവരുന്നത് എന്താണ്, മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. GPയിൽ കേട്ടോ മിഡിൽ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ AP GP റിപ്പീറ്റ് ആണ്. നിർബന്ധമായും അതിലത്തെ പ്രോബ്ലംസ് പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉള്ള പ്രോബ്ലം, സിമ്പിൾ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇതിൻ്റെ തിയറിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിയറിയും നോക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് അതും നോക്കണം കേട്ടോ. ഇഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് അതും നോക്കിയിരിക്കണം പ്രോബ്ലം. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെ തിയറി, ദെൻ ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇത്ര കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് EMI ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റേജിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ഡബിൾ ആവും എന്നുള്ള ചോദ്യം വരാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. എമൗണ്ട് ഡബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള
അങ്ങനത്തെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, നിർബന്ധമായും നോക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 4 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഇക്വേഷൻ, മെട്രിക്സ്, GPAP, ഇൻട്രസ്റ്റ്, EMI കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നിന്ന് ഒരു 6 ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മുതൽ 6 ചോദ്യങ്ങളാണ് ആദ്യത്തെ ഈ 4 മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദെൻ ബാലൻസ് 2 മുതൽ 3 ചോദ്യങ്ങൾ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. അതിൽ നിന്ന് എല്ലാ പ്രാവശ്യവും വരുന്നത് മീൻ, മീഡിയൻ, മോഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. എസ്പെഷ്യലി മീനോ മീഡിയനോ ചിലപ്പോൾ 3ഉം മോഡോ എന്തായാലും പഠിക്കണം. മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാറി മാറി വരുന്നതാണ്. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നിന്ന് റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഞാൻ QD എന്ന് കാണിക്കുന്നുള്ളൂ, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ ഞാൻ MD എന്ന് കാണിക്കുന്നുള്ളൂ, മീൻ ഡീവിയേഷൻ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4 കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും ചോദിക്കും കേട്ടോ, എല്ലാ പേപ്പറിലും ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ അതിൻ്റെ, മീൻ ഡീവിയേഷനും അതിൻ്റെ കോഎഫിഷ്യൻറ്റും, ഇങ്ങനെ എന്താണ് ചോദ്യങ്ങൾ വരാറുള്ളതാണ് 3 വെയിറ്റേജിൻ്റെ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 2 പ്രോബ്ലംസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിനിമം വരുന്നുണ്ട്. അത് മീൻ, മീഡിയൻ, മോഡ്. കൂടുതൽ വരാറുള്ളത് 3 വെയിറ്റേജ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മീൻ കാണാനോ മീഡിയൻ കാണാനോ, പിന്നെ റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അതിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇതിലേതെങ്കിലുമൊക്കെയാണ് കണ്ടുവരാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാർട്ട് ബിയിൽ ടോട്ടൽ 8 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് തരാനുള്ള. ഈ 8 ചോദ്യങ്ങൾ നമുക്ക് മുഴുവൻ അറ്റൻഡ് ചെയ്യാം. മാക്സിമം 35 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ അതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാ? സ്റ്റാറ്റിയിൽ ഞാൻ പറഞ്ഞു ഈ 2 ലാസ്റ്റ് പറഞ്ഞ 7ഉം 8ഉം മീൻ, മീഡിയൻ, മോഡ്, പിന്നെ റേഞ്ചിൻ്റെ കാര്യങ്ങൾ, ഡിസ്പേർഷൻ എല്ലാത്തിൽ നിന്നും ഏതെങ്കിലും 2 മാറി മാറി വരാറുണ്ട്. ദെൻ പിന്നെ ഇക്വേഷൻസ് ആണ്. ആദ്യത്തെ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഒരു 1-2 ചോദ്യങ്ങൾ വരാറുണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെട്രിക്സിൽ നിന്ന് ഒരു ചോദ്യമാണ് വരാറ്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ AP, GP ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം, സിമ്പിളോ കോമ്പൗണ്ടോ അതിൻ്റെ തിയറി ചോദിക്കാറുണ്ട്. ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്. EMIയുടെ പ്രോബ്ലം വരാറുണ്ട്. എമൗണ്ട് ഡബിൾ ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം എന്താണ് ടൈം എടുക്കും എന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇത്ര ഏരിയാസിൽ നിന്നാണ് നമുക്ക് പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നാളത്തെ പേപ്പർ ഇതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.